വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഹലോ, ലോറൻസാ, പറഞ്ഞോ. അത് കുഴപ്പമില്ല. അതേതായാലും കൊള്ളാം. ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ. ഏയ്, അതൊന്നും ശരിയാവില്ല എന്റെ ഗർവാസീസേ. ഞങ്ങള് ഇത് ഇന്നോ ഇന്നലെ ചെയ്തു തുടങ്ങിയ ഏർപ്പാടൊന്നുമല്ല. ആയിക്കോട്ടെ, ശരി. ആ ഗർവാസീസാ. എനിക്ക് തോന്നി ആളൊരു ആത്മാർത്ഥതയ്ക്കുള്ള ആളല്ലേ. എവിടെന്ന്? ഭൂലോക തട്ടിപ്പാ. അവൻ എന്തിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ടാ ഈ കച്ചവടം ഇത്രയും വൈകാൻ കാരണം. അല്ലെങ്കിലേ ഈ സമയത്ത് അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കായിരുന്നു. ദൈവം സഹായിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും. ഏയ്, അത് മാത്രം പോരാ. അല്പം ബുദ്ധി കൂടി ഉപയോഗിക്കാതെ അത് നമ്മുടെ കയ്യിൽ വരില്ല. അല്ല, അതെനിക്ക് വിട്ടേര്. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാം വാക്യം. ഇത് അടുത്ത ഏപ്രിലിൽ തീർത്തു കൊടുക്കാൻ കഴിഞ്ഞാലേ അത് അവർക്ക് വലിയ ഉപകാരമായിരിക്കുമെന്നാ ഇന്നലെ കണ്ടപ്പോ ഐസക് സാറ് പറഞ്ഞത്. നമ്മൾ ആർക്കാ ചാർലി ഉപദ്രവം ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും ഉപകാരമല്ലാതെ. അതെ അതെ അതെ, ഐസക് സാർ ഇന്നലെ വേറൊന്നുകൂടെ പറഞ്ഞു. നമ്മള് വർക്ക് ഏൽപ്പിക്കുന്നതേ പുള്ളിക്ക് 100% വിശ്വാസമാണ്. അത് കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമല്ല, മറ്റെന്തായാലും നമ്മുടെ സിൻസിയറിറ്റിയാ നമ്മുടെ വിജയത്തിന്റെ രഹസ്യമെന്ന്. അപ്പോ പുള്ളി നമ്മുടെ വിജയരഹസ്യം മനസ്സിലാക്കി കളഞ്ഞു. ജോബേ, എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമില്ല സാറേ. ഹലോ. എടാ, ഇത് എത്ര പ്രാവശ്യമാടാ ഞാൻ പറയുന്നത്? നീ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എടാ, നീ ഈ ലോഡ് വേഗം അയക്കാൻ നോക്കടാ. വാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെന്നാ. ശരി ശരി എന്നാ. ജോബേ, ജോബ് ഇപ്പൊ ആ കുരിശുമുടി സൈറ്റിലേക്കല്ലേ പോകുന്നേ? അതെ. പിന്നെ ജോബേ, എന്താ എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, അതിപ്പോ ഒന്നുമില്ല. എന്താണെങ്കിലും പറഞ്ഞോ. ഇവിടെ ഇപ്പോ ഞാനും ലോറൻസും മാത്രമല്ലേ ഉള്ളൂ. ഒന്നുമില്ല. അതിപ്പോ ഞാൻ എൻ്റെ ഒരു സംശയം. അതിപ്പോ ഒന്നുമില്ല. എങ്കിൽ ചെല്ല്. ശരി എന്നാ, വാടാ. അല്ല, എന്ത് പറ്റി? അല്ല, വർക്ക് സൈറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്നാട്ടാ പറഞ്ഞത്. എന്നിട്ടാണോ പറയാതെ പോകുന്നത്? ജോബേ. എന്താ ജോബേ? നീ അങ്ങോട്ട് ചെല്ലു, ഞങ്ങൾ വരാം. നമ്മുടെ വർക്ക് സൈറ്റില് ജോബിനൊരു ബുദ്ധിമുട്ടുണ്ടായ അത് ഞങ്ങളോട് തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? അയ്യോ സാറേ. അല്ല ലോറൻസ് ചേട്ടാ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടാ, നീ അത് പറഞ്ഞോ. ഞങ്ങൾക്കിടയിൽ ഒരു മറയില്ല, പ്രത്യേകിച്ച് വർക്കിന്റെ കാര്യങ്ങളില്. അല്ല, വേറൊന്നുമല്ല. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിരിക്കുന്നതും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ടേ. അതാ ഞാൻ. അല്ല, ഇതെല്ലാം ജോബിനെങ്ങനെ മനസ്സിലായി? അത് കഴിഞ്ഞ ആഴ്ചയിലെ ലോഡ് വന്നപ്പോഴേ കിഷോർ സാർ ഇല്ലായിരുന്നു. അപ്പോ ബിൽസും മറ്റും ഡ്രൈവർ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്.
പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓ മിടുക്കൻ. ആ, എന്തായാലും കാര്യങ്ങൾ കൈയോടെ മനസ്സിലാക്കിയല്ലോ. ആളവിടെ ദുബായിലെ സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസർ ആയിരുന്നെങ്കിലും അക്കൗണ്ട് സെക്ഷനിൽ എല്ലാം കൂടി ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. അതെന്തായാലും നമുക്ക് ഭാഗ്യായില്ലേ. അതെ. ജോബേ, എന്നിട്ടാണോ ജോബിന് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറഞ്ഞത്? ഇത് ഞാനും ജോബിന്റെ അളിയൻ ചാർലിയുമായിട്ട് നടത്തുന്ന ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലുള്ള കമ്പനിയാണിത്. ഈ കമ്പനിക്കൊരു നഷ്ടം വന്ന, അളിയനൊരു നഷ്ടം വന്ന, അത് ജോബിനും കൂടി ബുദ്ധിമുട്ടല്ലേ? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം അത് ഞാൻ കിഷോർ സാറിനോട് ചോദിച്ചിരുന്നു. ചോദിക്കണം. അയാൾക്ക് തെറ്റ് പറ്റിയാൽ തിരുത്തണം. അതിനുള്ള ഉത്തരവാദിത്വം ജോബിനുണ്ട്. ആ, ഇനിയിപ്പോ ഒന്നും ചോദിക്കണ്ട. ചോദ്യങ്ങള് ഞങ്ങളായിക്കോളാം. എവിടെയാ ഇതിന്റെ കുഴപ്പമെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എങ്കിൽ പിന്നെ ഞാനങ്ങ് സൈറ്റിൽ പോകട്ടെ. ഓ ഓ. നീ എന്താ ആലോചിക്കുന്നത്? ആ, അല്ല, നിന്റെ അളിയൻ പറഞ്ഞ മാതിരിയാണെങ്കിൽ എവിടെ ഇതിന്റെ കുഴപ്പം നടക്കണമെന്ന് അറിയണമല്ലോ. അതെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന്. അത് അടുത്ത പ്രാവശ്യം കിഷോറിനോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് വർക്ക് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ദൈവമുണ്ട്. പിന്നെ നമ്മൾ ആരെ പേടിക്കണം? കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 20 വാക്യം. എന്താ സാറേ, എന്ത് പറ്റി? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒന്നും പറ്റാതിരിക്കാനാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അതാ താമസിച്ചത്. ഇതാ ജോബിന്റെ വണ്ടിയാ. അവനാ പറഞ്ഞത് ഇത് കൊണ്ടുപോയിക്കോളാൻ. അവന്റെ ഒരു വണ്ടി. എടാ, നീ പറഞ്ഞത് ശരിയാ. അവൻ ശരിക്കൊരു ബോംബാ. പൊട്ടുന്നതിന് മുമ്പ് അതിനടുത്ത് ദൂരെ കളയണം. അതിനു വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? അവനാള് ബുദ്ധിമാനാ. അവനേലും വേന്ദ്രനായി എന്റെ അടുത്ത് അവന്റെ കളി. നീ ഇവനെ പറ്റി പറഞ്ഞിരുന്നെങ്കിലും ഞാനത്ര കാര്യാക്കിയിരുന്നില്ല. പക്ഷേ ഇന്നവൻ എന്റെയും ചാർലിയുടെയും മുമ്പിൽ വന്ന് പെട്ടു. ഭാഗ്യത്തിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ. എന്താണ് നേരത്തെ പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ചാർലി ചോദിച്ചപ്പോ അവൻ പറയാനുള്ളത് പറയാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒന്നങ്ങോട്ട് പരിങ്ങി. അതിൽ സംശയം തോന്നിയ ഞാൻ വീണ്ടും ചോദിച്ചപ്പോ അവന്റെ കണ്ടുപിടുത്തങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഇനി അവനെ കളിക്കാൻ മുമ്പോട്ട് വിട്ടാ നിനക്കും എനിക്കും അബദ്ധ. എനിക്കെന്താ അബദ്ധം സാറേ? എന്നെക്കാൾ അബദ്ധം സാറിന് തന്നെയാ. ഇതിനെന്തോ ഒരു വഴി അങ്ങ് പറഞ്ഞു വിടണം സാറേ. അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന സകല തട്ടിപ്പും പുറത്തു വരും. ഞാൻ മാത്രം? നീയും ഞാനും കൂടിയല്ലേ? അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പെന്നല്ലേ പറയേണ്ടത്? സാറിന് അതാണോ പ്രശ്നം? എന്റെ സാറേ, ഒരു പാർട്ട്ണർ പറ്റിക്കുന്നതാണോ വലിയ കുറ്റം, അതോ ഒരു ജോലിക്കാരൻ കൂട്ടു നിൽക്കുന്നതാണോ? അതാ പറഞ്ഞത് പിരിച്ചുവിടാൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. തട്ടിക്കളയാനാണോ? അല്ല, പറ്റിയ പാർട്ടി എന്റെ അടുത്തുണ്ടേ. ഒന്നും മിണ്ടായിരടാ. എന്നിട്ട് അകത്ത് പോയി കിടക്കാനോ? കുറച്ചു നാളാവും വർക്ക് സൈറ്റിലേക്ക് വരരുത്. ഭീഷണിപ്പെടുത്താനാണോ? അല്ല, അപകടപ്പെടുത്താൻ. എടാ, അവൻ വണ്ടിക്ക് പോകുമ്പോ ഒരു വണ്ടി ആക്സിഡന്റ്, കൈയും കാലും ഒടിഞ്ഞ് കുറച്ചു നാള് ഹോസ്പിറ്റലിൽ. കൊള്ളാം, ബെസ്റ്റ് ഐഡിയ. ഇതിന് പറ്റിയ ആൾ എന്റെ അടുത്തുണ്ട്. പക്ഷേ കാശല്ലേ, എത്ര വേണമെങ്കിലും മുടക്കാം. ഇതിൽ നീ എന്നെ പറ്റിക്കരുത്. സാർ എന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. നീ അത് പറഞ്ഞ സമയം കളയണ്ട. അത് ഞാൻ ഏറ്റു സാറേ. നാളെ ഈ വണ്ടി ആക്സിഡന്റ് ആയ പോലെ. ആ, പക്ഷെ കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. ആ, ഹലോ മോനെ, നീ എവിടെയാ? അപ്പച്ചൻ അത് മറന്നു. 5000 അല്ലേ മോ? അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ. ആ, സാബുമോനാ, 5000 രൂപയ്ക്കാ.
അതൊക്കെ അവന്റെ കയ്യിലുണ്ടാവും. എന്നാലും എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു ഐശ്വര്യമാണെന്ന് അവൻ പറയുന്നേ. മണ്ടൻ. എന്താ നീ ആലോചിക്കുന്നത്? പറ്റില്ലെങ്കിൽ പറഞ്ഞോട്ടോ, പറ്റിയ ആളെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. സാറ് ഐശ്വര്യമായിട്ട് ഒരു 50,000 രൂപ ഇങ്ങോട്ട് എല്ലാം ശരിയാക്കാം സാറേ. നീ എന്റെ വണ്ടിയുടെ പുറകെ വാ. സാറേ സാറാ പള്ളിക്കോല ജംഗ്ഷനിലോട്ട് വന്നാൽ മതി. അവിടെ ഒരു ATM ഉണ്ട്. ശരി. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ. സാറ് പുലിവാസം കേട്ടിട്ടുണ്ടോ? ഇല്ല, പുലിമുരുകൻ കേട്ടിട്ടുണ്ട്. അതേതോ ഒരു സിനിമയുടെ പേര്. ഒന്നും മിണ്ടാതിരി സാറ്. അല്ലടാ, ഞാൻ കേട്ടിട്ടില്ല ഈ വക പേരൊന്നും. നീ ആളെ വിളിക്കാം. ഹലോ, വാസു എവിടെയാണ്? ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടേ, പെട്രോൾ പമ്പിന് മുമ്പിൽ. അപ്പുറത്തെ റോട്ടില്ല. ഓക്കെ. വാ സാറേ, അങ്ങോട്ട് പോവാ. അപ്പുറത്തെ റോട്ടില്ലേ? സാറ് ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വാസു ഇറങ്ങി വാ. ഇത് ലോറൻസ് സാറ്. സാറേ, സംഗതി അടങ്ങിയേറി പിടിച്ച കേസാണ്. പിടിച്ച അകത്തു പോയി കിടക്കേണ്ടി വരും. അതിനൊക്കെയുള്ള കാശ് കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു പരിക്ക് മതി. ഇടി ഞാൻ പതുക്കി ഇടിക്കാം. പക്ഷെ വീഴുന്ന അയാളല്ലേ. അയാളോട് പോയി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പതുക്കെ വീഴാൻ? പറ്റില്ലല്ലോ. അപ്പൊ കറക്റ്റ് ഇടിയായിരിക്കണം. അതിനുള്ള കാശ് കിട്ടണം. പറഞ്ഞോ, എത്രയാ? പക്ഷേ പോലീസും കേസും ഒന്നും ആവരുത്. എന്റെ സാറേ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യണമെന്നല്ല. സാറ് 1,00,000 രൂപ തന്നോ, കയ്യോ കാലോ ഒടിഞ്ഞ് ആള് നാളെ ജനറൽ ആശുപത്രിയിലുണ്ടാവും. അല്ല, ജനറൽ ആശുപത്രിയിൽ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാ? എന്റെ സാറ് വണ്ടി ഇടിക്കുന്നതും ആശുപത്രിയിലാക്കുന്നതും എല്ലാം ഇവരുടെ ആളുകൾ തന്നെയാ. സാറേ, ഇടിച്ച് കൊല്ലാനാണെങ്കിൽ അങ്ങ് ഇടിച്ചിട്ട് അങ്ങോട്ട് പോകാം. പക്ഷേ ഇത് കൈകാലൊടിക്കുന്ന കേസല്ലേ. അപ്പോ ഇത് ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ സാർ എന്ത് പറയണം? സാർ ആ കൈ അങ്ങ് കൊടുത്തേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37-ാം അധ്യായം 27-15 വാക്യങ്ങൾ. നീ ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, എന്തേ അളി ഒറ്റയ്ക്കുള്ളൂ? അതെ, ലോറൻസേ ഗർവാസിസിന്റെ വീട് വരെ പോയേക്കാ. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അതുകൊണ്ട് കയറിയതാ. അല്ല, പണിക്കാരൊക്കെ ഭക്ഷണത്തിന് പോയോ? അതെ, ശതമാനവും വിശ്വാസം. നീ പറയുന്നത് ലോറൻസ് എന്നെ അറിയിക്കാതെ തട്ടിപ്പ് നടത്തുന്നെന്നാണ്? ഒരിക്കലും അല്ല. ഒരു പ്രാവശ്യം ലോറിക്കാരൻ തന്ന ബില്ലില് എന്തോ വ്യത്യാസമുണ്ടെന്ന് കരുതി ഒരിക്കലും എന്നോടൊരു തട്ടിപ്പ് ചെയ്യാൻ ലോറൻസിന് സാധിക്കില്ല. നീ ഇതിനി ആരോടും പറയണ്ട. അതൊക്കെ കിഷോർ കൃത്യമായിട്ട് ചെയ്തോളും. എങ്കിൽ പിന്നെ ഒരു പ്രാവശ്യമല്ല, മാസങ്ങളും വർഷങ്ങളുമായി ഈ തട്ടിപ്പ് നടക്കുന്നെന്ന് എങ്ങനെ പറഞ്ഞ അളിയനെ മനസ്സിലാക്കും എന്റെ ദൈവമേ. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടാൽ മതിയായിരുന്നു. ഇതൊന്നും അറിയണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ് സാറേ. 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാം സംഭവിച്ചിരിക്കും. ഞാനല്ലേ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. സംഗതി കലക്കും. പുലിവാസം ആരാ മോൻ?
താൻ ഇതെന്താ ചില മരിച്ചുപോയ ആളുകൾ തിരിച്ചു വരുമ്പോ കാണുമ്പോൾ എക്സ്പ്രഷൻ? അല്ല അല്ല ഇതേതാ വണ്ടി? ഇതാ ലോറൻസ് ഏട്ടൻ മോന്റെ വണ്ടി. അപ്പൊ തന്റെ വണ്ടി എന്തി? ഓ, ഒന്നും പറയണ്ട എന്റെ കിഷോറെ. ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ വണ്ടിക്ക് വരുമ്പോ അല്ല സാബു അല്ലേ? അതെ. ആ, ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഓ, ആരാ? എനിക്ക് മനസ്സിലായില്ല. ലോറൻസ് ഏട്ടൻ മോനല്ലേ? അതെ. ഞാൻ അപ്പച്ചന്റെ പാർട്ണർ ചാർലിയുടെ അളിയനാ. ആ. എന്റെ പേര് ജോബ്. എന്താ കിഷോറെ, എന്തു പറ്റി? ഇടാ, 2 വീലർ പാസ് ചെയ്തത്. വണ്ടി നമ്പർ അറിയാല? KL 64 57 28. ഓക്കെ. ഹലോ, ഞാൻ ലോറൻസാ. അതെ, ഇതെന്റെ മോന്റെ ഫോണാ. എപ്പോ? എവിടെ? എന്റെ ഈശ്വര, ഞാൻ വരുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. പ്രഭാഷകൻ 27-ാം അധ്യായം 26-ാം വാക്യം. ലോറൻസ്, ലോറൻസ്. ചാർലി, ചാർലി, എന്റെ മോൻ. ഹേയ്, ഒന്നുമില്ല, നീ വിഷമിക്കാതെ. ചേട്ടാ, എന്റെ വണ്ടിയാ സാബു ഓടിച്ചിരുന്നത്. അത് ഞാൻ വണ്ടിക്ക് വരുമ്പോ സാബു അവന്റെ വണ്ടി തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടു. വിവരം തിരക്കിയപ്പോഴാ അവന്റെ വണ്ടി കംപ്ലൈന്റ് ആണെന്നും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞത്. അപ്പോ സാബുവിന് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവന്റെ വണ്ടി കൊടുത്തിട്ട് അവന്റെ വണ്ടി നന്നാക്കി വാങ്ങിച്ചോണ്ട് വന്നു. നീ എന്നെ വിളിച്ചപ്പോഴാ ഇവൻ വിവരങ്ങളൊക്കെ പറയുന്നത്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞങ്ങള് ഡോക്ടറെ കണ്ടിരുന്നു. അവനൊരു കുഴപ്പമില്ല എന്താ പറഞ്ഞത്. ചാർലി, എന്റെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ എന്റെ മോന് കിട്ടിയത്. എന്നോട് ക്ഷമിക്കടാ. നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിന്റെ അളിയൻ ഈ ജോബ് മനസ്സിലാക്കിയപ്പോ ഞാനത് നിന്നോട് ഏറ്റുപറഞ്ഞ് ക്ഷമ പറയേണ്ടതായിരുന്നു. എന്റെ തട്ടിപ്പ് പരിപാടി അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ മോന് ഈ ഗതി വരില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്ത ഞാൻ എന്നെ ശിക്ഷിക്കാമായിരുന്നില്ലേ ദൈവമേ? ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ
തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ബറൂക്ക് 4-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.